എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകത്യങ്ങളൊക്കെ മോചിക്കും, നിന്റെ സകല രോഗവും സൗഖ്യമാക്കും. നിങ്ങൾ ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സന്തുഷ്ട പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ പ്രഭാതത്തിൽ പല ഭവനങ്ങളിലാണ് അടയെ കുറിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ കൊടുക്കുന്ന കർത്താവിന് സ്തുതി സ്തോത്രം ഞങ്ങളെപ്പോലെ അനേകർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം ഭാവികളെ തന്നതിന് സ്തോത്രമപ്പ. മരിച്ചവരും മൗനലിരിക്കുന്ന ആരും അങ്ങനെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള അടയിൽ ഒരിക്കൽ കൂടി കർത്താവിനെ ആരാധിച്ച് മുഖത്തുകൊടുത്തി സ്തുതിക്കാനുള്ള അവസരം ഒരുക്കി തന്നതിന് കൂടെ കൂടി സ്തോത്രമപ്പ. നിന്റെ കഥ ഞങ്ങളെ വേണ്ടി വെക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണമപ്പ. ഞങ്ങൾ കടന്നു വന്നപോലെ അനുഗ്രഹം പ്രാപിച്ച ലേഡി പാട്ടി കടന്നു പോകാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെ അവന്റെ പാതപ്പെട്ട് തരണം. ഈ ആലയത്തിൽ ഉയരുന്ന സ്തുതിയും സ്തോത്രവും അല്ലേലും എൻ്റെ കർത്താവിന് സുഗന്ധബലിയും യാഗവും വഴിപാടുമായി സ്വീകരിക്കണമേ. ഈ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമപ്പ. അവരെ ആവശ്യങ്ങളിൽ കൂടിയിരിക്കുന്ന ദൈവമുണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ആലയം നടത്തുന്ന അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥിക്കുന്നു. ഈ ആണ്ടുകളെ പാലിപ്പറങ്ങളെ കൊണ്ടു നൽകണമേ. അവരുടെ കുടുംബമായിട്ടൊക്കെ അനുഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ആത്മീയം ഭൗതികവും എല്ലാം നമ്മോട് നിറയ്ക്കണമെന്ന് അച്ഛന് ശരീര സുഖം ആരോഗ്യമെല്ലാം നൽകണം. ആ കുടുംബത്തെ അപ്പച്ച അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലെ സഭാ കമ്മിറ്റികളെ അനുഗ്രഹിക്കണം. സഭയിലെ എല്ലാ സംഘടനകളും അനുഗ്രഹിക്കണം. കർത്താവെ വിശേഷാൽ ഈ ആലയത്തിലെ വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായ ശരീര സുഖം ആരോഗ്യം എല്ലാം നൽകി അപ്പോൾ അവരെ പോറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈവിടുമ്പോൾ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനും പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്രൂശിന്റെ ചുവട് മറയ്ക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയമാണ് സ്വർഗ്ഗമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വത്തോടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളോടൊപ്പം അയക്കുവാനും എൻ്റെ ദൈവത്തെ ആരാധന മഹത്വപ്പെടുത്താനും എൻ്റെ കർത്താവെന്നായ സ്നേഹത്ത് ഞാൻ എൻ്റെ കർത്താവ് നന്ദി കൃപയും മഹത്വവും എല്ലാവരെയും ദൈവനാമത്തിലുള്ള സ്നേഹവദനം നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ പലപ്പോഴും നിങ്ങളുടെ യോജന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രിസ്തുമസ് ഇരിക്കുമ്പോൾ ഈശ്വരൻ വന്നൊരു യോജന പറഞ്ഞിട്ട് പോയി. അതിന് കടന്നു തരാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഇന്ന് വിഷയം വായിച്ച വിഷയങ്ങളെല്ലാം പ്രസംഗിച്ചിട്ട് പോയി. ശ്രദ്ധിക്കണമേ, ഞാൻ നമ്മളെ സത്യനേശ്വര സുവിശേഷന്മാരെ ബന്ധമുണ്ട്. ഇവിടെ പല പ്രായമുള്ള ആളുകളോട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ ഈ ആലയത്തിൽ വരെയും ആരാധിക്കുകയും ചെയ്യും. ഒരുപാട് വിശുദ്ധന്മാരുള്ള ഒരു ആലയമാണ്. എല്ലാവരും എല്ലാവരെങ്കിലും ഉള്ള ഒരു ആലയമാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിവുള്ളത് അവരാകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങിയിരിക്കുന്ന അനേക മക്കളുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു ഒരു ക്രിസ്ത്യാനിയല്ല. കാരണം ഒരു ഹൈന്ദവനായിരുന്നു. 30 വയസ്സ് വരെയും ഹൈന്ദവനായിരുന്നു. അവിടെ നിന്ന് ഞാൻ തട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് വരെയാണ് വന്നപ്പോഴേ കർത്താവിൻ്റെ വചനം എനിക്ക് അറിയിക്കുന്ന ദേശത്ത് ദൈവം കർത്താവിന് പറഞ്ഞാൽ നീ എൻ്റെ ജീവനെ തന്നാൽ നിന്റെ നാമം ഉദാഹരണമാണല്ലേ. നമ്മളെ അച്ഛൻ്റെ പപ്പ കൂട്ടാറുണ്ട്. കാരണം ഇരിക്കുന്ന ആലയങ്ങളിലെല്ലാം എന്നെ വിളിക്കും. ഞാൻ പോകും. അവിടെ ചെന്നാൽ എനിക്ക് ഒരു പ്രസംഗം തരും. ആ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോഴേ അതിൻ്റെ പോരായ്മകളും കുറവുകളും എന്തെല്ലാം ചേർക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ പോയി കിടന്നു പോകും. ദൈവം എനിക്ക് 88 വയസ്സ് വരെ ജീവിക്കാനുള്ള അവകാശം തന്നു. ഓടി നടന്ന് അധ്വാനിച്ച് കർത്താവിൻ്റെ നാമം ബോധ്യപ്പെടുന്നത് ഒരു പ്രതിഫലം ആരും വാങ്ങിയില്ല. കർത്താവ് അതുകൊണ്ട് എന്നെ സന്തോഷത്തോടെ പൂക്കിലാക്കി. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു അസുഖം വന്ന് പിടികൂടി. 3 ആശുപത്രിയിൽ നിന്ന് ഒരു കാര്യങ്ങൾ പോയി. അവിടെ നിന്ന് പറഞ്ഞേ ഞാൻ എൻ്റെ മക്കളുടെ 3 മക്കളോട് കൊണ്ടുപോയാണ്. ഞാൻ പറഞ്ഞതേ എൻ്റെ കാലഘട്ടം തോന്നി ഇനി മതി കുട്ടരെ ഓർത്തെ. പക്ഷെ അവർ വിട്ടില്ല. കൊണ്ടുപോയി സുഖം തന്നു. വീണ്ടും എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരു ദിവസം കൂടെ ആയുഷ്മാക്കിയിരിക്കും. ഇന്ന് ദൈവത്തിന് നമ്മൾ കേൾക്കാൻ ഇരിക്കുന്നവരോടാണ് ശ്രദ്ധിക്കണം. ഒരു വാർഡ് കണ്ടിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കി. പ്രസംഗം തയ്യാറാക്കി 1 മണിക്കൂർ ശിക്ഷ വേണം. പക്ഷെ അരമണിക്കൂറിനകത്ത് പറയണം. അത് പറയാൻ താമസവും കേൾക്കാൻ വേദനയെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് ഫലശേഖരവും കഴിഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടില്ല. ഇവിടെ വൈദ്യുതില്ല. എന്തെൻ്റെ പുത്രിയുടെ ഉണങ്ങാത്തത്, എന്തെൻ്റെ പുത്രിക്ക് സൗഖ്യം വരാത്തത്. ആകാശമേ കേട്ട ഭൂമിയെ ചെയ്തിരിക്കുന്ന ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. കാളയ്ക്ക് അതിൻ്റെ ഉദയനെ
പ്രിയപ്പെട്ടവരെയും കാത്തു പരിപാലിച്ചതിനെ എത്ര പേർക്ക് നന്ദി പറഞ്ഞ് സമ്മർദ്ദത്തിൽ നിന്ന് ചേരും. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് ആകാശത്തെ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. കാളയ്ക്ക് അതിൻ്റെ ഉദയവനെ അറിയാം, കഴുതയ്ക്ക് യജമാനത്തിന് എൻ്റെ ജനത്തിന് അറിയില്ല, പാവം കളയാതിരുന്നു. ഇനി നോക്കാം, പണ്ട് സ്വതവും ഗോമറയും തീടുമ്പോൾ അബ്രഹാമിനോട് ചോദിച്ചാൽ സ്വതവും ഗോമറയും തീടാൻ പോകണമെന്ന് അബ്രഹാം മനസ്സിലാക്കിയിട്ട് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ ഇവിടെ 50 നീതിമാന്മാരുണ്ടായെന്ന് പറഞ്ഞില്ലേ, 5 കുറഞ്ഞാലും 5 എല്ലാം കുറഞ്ഞ് നോക്കിയപ്പോൾ ആരുമില്ല. അബ്രഹാം ദൈവത്തിൽ ഓടിപ്പോകുമ്പോൾ ആ ജനത്തോട് കർത്താവ് അറിയുകയാണ്, ആ തീക്ക് മുമ്പ് ആ ജനത്തോട് പറയാണ്, സ്വതവും അതിലൂടെ കൂടെ ജനം കേൾപ്പി, ഗോമറ ജനങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കണ്ണയാങ്ങളുടെ ഭാഗത്തേക്ക് എന്തിന് മുട്ടാടുകൾ കൊണ്ടുള്ള ഹോമയാകും തടുപ്പിച്ചോട് ശരിക്കും മതി. കാണുകയോ കോലാട്ട് വരുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പ്രാകാരങ്ങൾ ചവിടുവാൻ ചോദിച്ചതാ. വ്യാർത്ഥമുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപവും സഹത്വം സവായവും നീതികേടും അവസാനിച്ച് ഞാൻ മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണു മുടക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിന്നെ കൈക്ക് വെടിപ്പാക്കുവിൻ, നിന്റെ പാപത്തെ എൻ്റെ കണ്ണു നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിയാക്കിൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വിവകരിപ്പിൻ. വരും നമുക്ക് നമ്മൾ ബാധിക്കാവുന്ന ഘോരം ചെയ്തു. നിന്റെ പാപം വളർത്തു പോലെങ്കിലും രക്തം നീ മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചാൽ ദേശത്തിൽ നന്മയെ അനുഭവിക്കും. മത്സരിക്കുന്നെങ്കിലോ വാളിനിരയായിത്തീരുക കൂടെ വാഴ്ചയിരുന്നു. നീ എൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചാൽ നിന്റെ പാപം എത്ര കടിഞ്ഞു ചോപ്പാലും മൂലമെടുക്കും, രക്തം പരമ്പരപ്പാലും കുഞ്ഞു മൂലമായിത്തീരും. നീ മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചാൽ ദേശത്തിൽ നന്മ അനുഭവിക്കും. മത്സരിക്കുന്നെങ്കിലോ വാളിനിരയായിത്തീരുക കൂടെ. വിഷയം 1-10 മുതൽ 20 വായിക്കോളം ശ്രദ്ധിച്ചോളണമേ. അതിലെ വിഷയം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാളെ എളുപ്പം വന്നു വരികയാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കും. കർത്താവ് പറയാണ് ഈ പ്രഭാതത്തിൽ അതിനാസ്പദമാക്കി ഒരു കൊച്ചു പ്രസംഗം ഓടി ചിന്തിക്കുക, ശ്രദ്ധിച്ചിരിക്കണം. മരിച്ചവർ, മാറ്റം വെച്ചവർ, അവർ ജീവിക്കുന്ന നാഴിക വലുപ്പം വന്നു വരികയാണ്. നോക്കാൻ ലാസറിനെ നോക്കാം. അവൻ മരിച്ച് 4 നാളായി. മറിയവൻ അവൻ മാറ്റം വെച്ചിട്ടുണ്ട്, മർദ്ദവും മാറ്റം വെച്ചിട്ടുണ്ടെന്ന്. നീ വിശ്വസിക്കാൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. ഈ നാറ്റം വെച്ചവനെ കർത്താവ് കല്ലറിഞ്ഞ ലാസറെ പുറത്തു വന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി പുറത്തു വന്നു, കെട്ടപ്പെട്ടവനായി. അവനായിരിക്കുന്ന അവിടെ നിലം പോയി. നോക്കണേ, അവനായിരിക്കുന്ന അവസ്ഥ നോക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ വചനം ചിന്തിക്കാൻ കാരണം നോക്കണം. നമ്മളെ ജീവിതം എങ്ങനെയായിരിക്കണം? നമ്മൾ കലറയില്ല, നമ്മൾ പുറത്താണ്. നമ്മളെ ഹൃദയവിചാരങ്ങളുടെ നിലവുകളും നമ്മൾ ആരാധനയും കുടിവരവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ എങ്ങനെ ആയിരുന്നു ഓരോരുത്തരും ചിന്തിച്ചിട്ട് വേണം കടന്നു പോകാൻ. ലാസറ് കല്ലറയ്ക്കകത്ത്, നാം പുറത്ത്. അവൻ മനസ്സ്, അവൻ്റെ ശബ്ദം, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ അവന് ജീവനുണ്ടായി. അവൻ പുറത്തു വന്ന് അവൻ പുതിയ തിരിച്ചു പോയി. നമ്മളും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ അനുസരിച്ച് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സ് മാറി കർത്താവായ യേശുവിൻ്റെ വകയാക്കി തീരണമെന്ന് ദൈവത്തിന് ദീർഘക്ഷമയോടെ വളരെ താമസിക്കണം. ശരിയാണേ, അങ്ങനെ ലാസർ പുറത്തു വന്നു. ഇനി പഴയ ഭാഗത്ത് 2 വിളിയുണ്ട്. ഒന്ന്, മനുഷ്യ നീ എവിടെ ചോദിച്ചു? അയ്യോ ഞാൻ കുഴപ്പമായിരിക്കണം പറഞ്ഞു. കാരണം കഥ എല്ലാവരും ഞാൻ വിശദമായിട്ട് ഓടിച്ചു പോകാൻ പ്രധാന ഭാഗം. ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കി, അവന് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കിയ ശേഷം മനുഷ്യനെ ഉണ്ടാക്കി. അവനെ ആണും പെണ്ണുമായിട്ടുണ്ടാക്കി. എന്നിട്ടും അവന് തുണയില്ലാതിരിക്കുന്ന അവർക്ക് തുണയും ഉണ്ടാക്കി കൊടുത്തു. ഏതാണ് തോട്ടം കൊടുത്തു. അവന് ആവശ്യമുള്ള എല്ലാം ദൈവം കൊടുത്തു. ദൈവം എന്നും വരും. കർത്താവ് ഇപ്പോഴും വരും. അല്ലേ?
ക്രിസ്ത്യാനി എത്ര എണ്ണം ഒരു സന്ധ്യ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന പകല് മുഴുവൻ കാത്ത ആ ദൈവത്തിന് അർപ്പിക്കുന്നു? നിങ്ങൾക്ക് ചോദനയില്ല. ഇന്ന് സീരിയൽ കാണണം, സിനിമ കാണണം, നമ്മൾ TV കാണണം, എല്ലാം അത്യാവശ്യമാണ്. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട സാധനം കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ രോഗം, ഭാരം, പ്രയാസം, പ്രതിസന്ധി എല്ലാം മാറ്റം വരാതെ എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ മറന്നതാണ്. നിന്നെ രക്ഷിക്കാൻ കൈ കൊടുക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന ചെറിയ മതമായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചോണേ, ഈ മാതാവിനെ വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ നോക്കി. കർത്താവ് പറഞ്ഞ് തോട്ടത്തിൻ്റെ നടുവിൽ നന്മ തിന്മയാണ് നീ മരിക്കുന്നു. ആദാവ് മരിച്ചു, അവനെ പുറത്തായി. അവർ രണ്ടുപേരും പറഞ്ഞ് ബാക്കി സ്ത്രീയെ വിളിച്ചില്ല, പുരുഷനെ വിളിച്ചോളൂ. പുരുഷനാണ് ചോദിച്ചതിൻ്റെ നീ എവിടെയെന്ന് ചോദിച്ചു. ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചു. നീ എനിക്ക് തുണയതിൻ്റെ ഭാര്യ ഫലം പറഞ്ഞത് ഞാനും തിന്നുപോയി എന്ന് പറഞ്ഞു. സ്ത്രീക്ക് പാമ്പിനെ കളിപ്പിക്കുന്നു. അവരെല്ലാവരും ഓരോ ശിക്ഷ കൊടുക്കണം. പാമ്പിൻ്റെ തല തകർക്കും മകൻ. പക്ഷെ ആദാമിനോട് പറഞ്ഞു, നീ വേദനയോടുകൂടി വേഗം ചെയ്ത് വേർപോട്ട് കിട്ടണമെന്നാണ്. ഭാര്യ ആദാമിനോട് അവരെന്ന് പറഞ്ഞ് നീ വേദനയോട് നമ്മൾ പ്രസവിക്കും. നീ നിന്റെ ഭർത്താവിന് നിന്റെ ആഗ്രഹം വയ്ക്കുമോ? ഇങ്ങനെയാണ്. അങ്ങനെ അനുസരിക്കുന്ന അമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ എല്ലാവരും കറക്റ്റായിരിക്കും. ശ്രദ്ധിച്ചോളണം. ഇവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. അവർ നഗ്നരാണെന്ന് പറഞ്ഞു. അന്നൊരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തൊലി കുറിച്ച് അവർ നഗ്നത മറച്ചു. അന്ന് മറച്ചും അവർക്ക് വേണ്ടി യാഗം കഴിപ്പിച്ച് മൃഗങ്ങളെ കൊന്ന് കർത്താവ് മടിച്ചപ്പോഴാണ് സ്വന്തം പുത്രനെ നമുക്ക് തന്നത്. ആ പാപകരമായ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ കർത്താവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നു. കർത്താവിൻ്റെ അടുത്ത് മകൻ വിളിക്കുന്ന, പിതാവിനെ എന്നെ കൈവിട്ടത്, എന്നെ കൈവിട്ടത് നമ്മളെ പാവം കർത്താവിൻ്റെ സ്ഥലത്തിൽ എത്തിയപ്പോൾ പിതാവ് കണ്ണടച്ച് കളഞ്ഞു. അത്ര കടിച്ചൊപ്പാണ് നമ്മളെ പാവം. ശ്രദ്ധിക്കണമേ. അങ്ങനെ ആദാമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവന് നല്ലതിലേക്ക് മറച്ച് അവന് ആവശ്യമുള്ള എല്ലാം കൊടുത്ത് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയ ശേഷം എൻ്റെ കർത്താവ് അവരെ ഭരിച്ച് അവർക്ക് കുടുംബമാക്കി എല്ലാം കൊടുത്ത് അവരുണ്ടായി. പക്ഷെ എങ്കിലും അവർക്ക് 2 മക്കളുണ്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തായി. ആരെ? അപ്പനും അമ്മയും പുറത്തായി. അവർക്ക് 2 മക്കളുണ്ടായി. രണ്ടുപേർ കയ്യേയും കാവലും. ഒരുത്തൻ ആട്ടിടേനെ, ഒരുത്തൻ കൃഷിക്കാരൻ. ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ ഒരു യാഗം കൊണ്ടുവന്നു. കർത്താവിനെ ആരാധിക്കാൻ യാഗം നമ്മൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് രണ്ടുപേരും കൊണ്ടുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ കയ്യേയും അവരുടെ കൃഷിയിൽ നടക്കുന്നത്. ഹാബേല് ആട്ടിൻകുട്ടിയുടെ ഒരു മേധസ്സുമാണ്. കാരണം ഇവ പാപം ചെയ്തുകൊണ്ട് ഇവൻ അർപ്പിക്കേണ്ടത് രക്തമാണ്. ആട്ടിൻകുട്ടിയെ തന്നെ അവ ഇത് വിറ്റ് ആട്ടിൻകുട്ടിയെ കൊള്ളേണ്ടതാണ്. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് അവൻ്റെ വഴിപാട് കർത്താവ് സാധിച്ചില്ല. അപ്പം കയ്യിൽ കോപം വന്നു. അവൻ്റെ മുഖം ചോദിക്കുമ്പോൾ കർത്താവ് നീ നല്ലത് ചെയ്യുന്ന നന്മ അനുഭവിക്കില്ല. നമ്മൾ പലപ്പോഴും നല്ലത് ചെയ്യാതെ വരുമ്പോഴാണ് നന്മ അനുഭവിക്കാൻ പോകുന്നത്. അവൻ സഹോദരനെ കൊന്നിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് ഞാൻ ആവേരോട് നിന്ന് അവൻ്റെ കാവൽക്കാരനോട് ചോദിച്ച് ഇവരെ കോർത്ത് അവനോട്ട് പോയി. പക്ഷേ അവന് ബോധം വന്നു, എൻ്റെ സഹോദരനെ കൊന്ന കൊലയാളിയാണ്, എനിക്ക് ആ പാപം ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനും കണ്ട കൊല്ലും പറഞ്ഞു. അതിനൊരു അടയാളവും കർത്താവ് വെച്ച് അവനെ അവനും പോയി, മാതാവും പോയി, പുറത്ത് കയ്യിലും പോയി. ഇനി മൂന്നാമതൊരാളുണ്ട്, ഗേഗസി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഗേഗസി നമുക്കറിയാം, എലിസബത്ത് ശിഷ്യനാണ്. അവർ കാര്യങ്ങൾ നമ്മളെ പോലെ അറിയാമെന്നുള്ളവനാണ് ഗേഗസി. കഥ ഇങ്ങനെയാണ്. 2 രാജാക്കളുടെ പുസ്തകം 5-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തപ്പോൾ പാവം ഒരു പെൺകുട്ടി ഒരുപാട് അടിമകളെ പിടിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ ഒരു പാവം ഒരു പെൺകുട്ടി നയമാൻ്റെ വീട്ടിൽ വേലയ്ക്ക് വന്നു. ഈ നയവം വീരപരാക്രമിയാണ് പോകലാണ്. പക്ഷെ ആ കുഷ്ഠരോഗിയാണ്. അന്ന് അരാമിൻ്റെ ഈ കുഷ്ഠരോഗിക്ക് കൂടെ പോകാം. പക്ഷേ ഇസ്രായേലിൻ്റെ കുഷ്ഠരോഗി വളരെ പുറത്ത്. അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഈ പാവപ്പെട്ടു പറഞ്ഞ് യജമാനൻ ഒന്ന് ഇസ്രായേലിൽ പോയി പ്രവാചകന്റെ അടുത്ത് പോയി അവൻ്റെ കുഷ്ഠം മാറുന്നു. ഇത് കേട്ട ഉടനെ നയമാൻ അരാൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞേ, ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്, അവിടെ പോയാൽ എൻ്റെ കുഷ്ഠം മാറും.
കേട്ടുകൊണ്ട് 100 ചാർത്തും വാങ്ങിച്ചുകൊണ്ട് ഇസ്രായേൽ രാജാവ് വാങ്ങിച്ചു നോക്കിയിട്ട് ഞാൻ ദൈവമോ എവന്റെ കുഷ്ഠം മാറ്റി കൊടുക്കാനാണ്. എലിശാ പ്രവാചകൻ വസ്ത്രം കയറി അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയിട്ടുണ്ട്. അതിനോട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ആരാധിച്ച ദൈവത്തെ മുഖത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്മ, അനുഗ്രഹവും, ആയുസ്സും, ജീവനും ഒക്കെ ഉണ്ടാവുമെന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യക്കാരായി. അങ്ങനെ ആരാം രാജാവ് ഇസ്രായേൽ രാജാവ് ഈ നയമാനെ എലിശാ പ്രവാചകന്റെ അടുത്തായിരിക്കും. എലിശാ പ്രവാചകന്റെ അടുത്തപ്പം പ്രവാചകൻ നയമം വിചാരിച്ച് എന്നെ ദേവതലയെല്ലാം പൂജ എണ്ണയൊക്കെ തേച്ച് പൂശി എന്നെ സൗഖ്യമാക്കുന്നു. പക്ഷേ രാജാവ് ഈ എലിശാ പ്രവാചകൻ ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുടിച്ചോളം കൊള്ളാൻ യോർദാൻ കലങ്ങിൽ വെള്ളമാണ്. ഈ നയമം കയറി ചീറിക്കൊണ്ടുവന്നു. എൻ്റെ നാട്ടിലെല്ലാം വിശുദ്ധ നദികളുണ്ട്, അവിടെ എങ്ങനെ വിളിച്ചാൽ പോലെ ഈ കലങ്ങിൽ വെള്ളം കുടിക്കുന്നു. എൻ്റെ ഭൃത്യന്മാർ പറഞ്ഞ് ഇതിനെ അന്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു അതനുസരിക്കില്ലായിരുന്നു. ഓരോന്നും കുറിച്ചു അവ 7 പ്രാവശ്യം കൊണ്ട് ശുദ്ധനായിട്ട് എലിശാ പ്രവാചകൻ അവിടെ പൊന്നും വെള്ളിയും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് വസ്ത്രമൊക്കെ കൊണ്ടുകൊടുക്കുന്ന എലിശാ പ്രവാചകൻ എനിക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഈ നയമാൻ അവൻ്റെ പുറത്താണ് കുഷ്ഠം. അവൻ ആ കുഷ്ഠം മാറിയപ്പോൾ അവൻ പ്രവാചകൻ എനിക്ക് 2 കോറക്കിട മണ്ണ് തരണം. ഞാൻ ഇന്നലെ വരെ ജിമ്മിയുടെ ക്ഷേത്രത്തിൻ്റെ രാജാവ് തൊഴുമ്പോൾ ഞാൻ ഇവിടെ തൊഴുതുകൊണ്ടാണ് പോയത്. ഇന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ ഇവിടുത്തെ 2 കോറക്കിട മണ്ണ് വരണം. കാരണം അന്ന് യാഗപീഠത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ ആ 2 കോറക്കിട മണ്ണ് കൊണ്ട് അവൻ പോവുകയാണ്. അപ്പോൾ ഒന്നും വായിച്ചില്ല. അപ്പോൾ ഏത് നോക്കിയപ്പോൾ അയ്യോ ഒന്നും വായിച്ചില്ല, എൻ്റെ യജമാനം ഒന്നും വായിച്ചില്ല. ഇവൻ കറങ്ങി ചെന്ന് ഇതുപോലെ വെള്ളിയും ഇത് വസ്ത്രമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വന്ന് പ്രവാചകൻ പറഞ്ഞ് പ്രവാചകൻ ചോദിച്ചേ നീ എവിടെ പോയിട്ടുണ്ട്? കിടക്കാമെന്ന് പറഞ്ഞു. നീ ആരവത്തോടെടുക്കുമ്പോഴും ആ നയമാനിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലയോ? നിന്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ്. നീ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം മുമ്പിൽ ആത്മാവുണ്ടെന്നാണ്. പിതാവിൻ്റെ അടുത്ത് നമ്മളെ വേലയൊക്കെ നടക്കും, പുത്രൻ്റെ അടുത്തും നടക്കും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് നമ്മൾ ഒരു വേലയും നടക്കില്ല. അവർക്ക് എല്ലാം വരച്ച് കാണിക്കും. അങ്ങനെ ആ നയമാൻ്റെ കുറ്റം ഏകശിക്കും. അവന് സംഭവിക്കും പറ്റുന്ന അവനെ കുഷ്ഠരോഗമായിട്ട് ഓടിപ്പോയി മാറ്റി. ശ്രദ്ധിച്ചോളണം, ഈ വേദഭാഗത്തിലെ ആ നയമാന്റെ ഭവനത്തിൽ ആ പാവം പെണ്ണ്, ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നയമാന്റെ കുറ്റം മാറി. ആ പെൺകുട്ടി ആ ഭവനത്തിൽ വന്നപ്പോൾ ആ ഭവനത്തിൽ നന്മയുണ്ടായി. നമ്മളമ്മമാരും സഹോദരിമാരും ഒക്കെ ആയിരിക്കുന്ന ഭവനങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കണം. എത്ര പേര് ആ വന്ന് കയറിയ മകളുണ്ട്, ആ അമ്മ കൊണ്ട്, ആ മകളുണ്ട്, ആ മരുമോളുണ്ട്, ആ ഭവനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? നമ്മളതാണ് വേണ്ടി ഒന്ന് ചിന്തിച്ച് പോകണം. പണിതോണം എത്ര പേര് പറയണം. ഞാനും ഒരു ഹൈദരായിരുന്നു. എന്നെ ഒരു പാവ വിദ്യാലയപ്പെട്ടു അവൾ വെള്ളമാണ്, അവൾ മാനദണ്ഡപ്പെട്ടുകൊണ്ടാണ് അവളുടെ കണ്ണുനീരും അവളുടെ പ്രാർത്ഥനയും കൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തെ അവൾ കാണിച്ചിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ പുറകെ ഇരിക്കേണ്ടി പറയും, പൂശിക്കളയെന്ന് പറയും. കാരണം നമ്മൾ 10 വർഷത്തിന് മുമ്പ് പറഞ്ഞ ദൈവം ഇപ്പോൾ പറയുക പറയാൻ പാടില്ല, കേൾക്കുന്ന കേട്ടില്ല പറയാം. അത്രയാണ്. അങ്ങനെ പറയും ആ പെണ്ണ് മുഖാന്തരം. ഇനി രണ്ടാമത് ഈ നയമാൻ്റെ കുഷ്ഠം മാറിയപ്പോൾ, അവൻ്റെ പുറത്തുള്ള കുഷ്ഠം മാറിയപ്പോൾ അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ 2 കോറുകളുടെ മണ്ണ് കൊണ്ടുപോകണം. നമ്മളെ പുറത്തല്ല കുഷ്ഠം, നമ്മളെ അകത്താണ് കുഷ്ഠം. നമ്മളെ അകത്തെ കുഷ്ഠം മാറണമെങ്കിൽ നീ മാനസാന്തരത്തിന് യോഗ്യ ഫലങ്ങളിലുണ്ടാവണം. എന്തുണ്ടാവണം? ആത്മാവിൻ്റെ ഫലങ്ങളിലുണ്ടാവണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യം. ഇങ്ങനെ 9 നഗരങ്ങളുണ്ടായതാണ് ആത്മാവിൻ്റെ ഫലം. നമ്മളിലുണ്ടോ? നമ്മുടെ ഭവനത്തിലുണ്ടോ? നമ്മുടെ സഭയിലുണ്ടോ? ആ സ്നേഹം ഇതിക്കാൽ വിട്ട് കർത്താവ് തന്നെ ഇടർച്ചയിൽ വരാതിരിക്കുന്ന അസാധ്യമാരും വരും. ഭവനത്തിൽ വരും, സഭയിൽ വരും, ദേശത്തിനൊക്കെ ഇടർച്ച വരും. പക്ഷെ വരുത്തുന്നത് കഷ്ടം. അവനാണ്
ചെറുക്കൻ പരത്തണവൻ. അവൻ്റെ അടുത്ത് കർത്താവ് തിരികെയുണ്ട്. കിണറ്റിലെ വെള്ളത്തിലെ ചാടാൻ പറഞ്ഞില്ല, കടലിൽ ചാടി. അവ എന്തെങ്കിലും നാശത്തിലേക്ക് പോട്ടണം. നമ്മൾ ഹൃദയങ്ങൾ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഞാൻ ആരാണ്? എൻ്റെ ഭവനത്തിൽ ഞാൻ പ്രവർത്തനം എങ്ങനെയാണ്? എൻ്റെ സഭ, എൻ്റെ ദേശത്തിൽ ഞാൻ ആരാണെന്ന് എന്ത് ചെയ്യണം പോകണം. പൊട്ടതോട്ടിലേക്ക് അങ്ങനെ തേജസ്വി ഈ എലിശാ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു. അവൻ പുസ്തകവും വായിച്ചുകൊണ്ട്, നയമാന്റെ പുസ്തകവും വായിച്ചുകൊണ്ട്, നയമാൻ ജീവനുള്ളവനായിട്ട് അവൻ്റെ ഉള്ളിലുള്ള അവൻ്റെ പുറത്തുള്ള പുസ്തകങ്ങളെ അവൻ ജീവനുള്ളവരെ അറിയുന്നത്. നമ്മളെ അകത്തുള്ള ആ ദുഷ്ടം മാറുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ആ ജീവനുണ്ടാവും, നിത്യജീവൻ ഉണ്ടാവില്ല നമുക്ക് കഴിയുന്നത്. പിന്നെ ഒരാളെ കൂടെ രണ്ടുപേരോട് പറഞ്ഞോടിപ്പോൾ ഇനി സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവൻ കുഴപ്പക്കാരൻ. അവനെ പറ്റി ആർക്കും ഒരു അഭിപ്രായമല്ല. അവൻ നിഷ്ഠനായ ചുങ്കക്കാരൻ ഭാവിയാണ്. പക്ഷെ ഇവരൊരാഗ്രഹം യേശുവിനെ കാണണം. യേശുവിനെ എവിടെ ഉണ്ട് അതിന് ഇവനെ അന്വേഷിക്കുന്നവരെയാണ്. ആളിൻ്റെ തിരക്കം കൊണ്ട് ആൾ മുഴുവനായിട്ട് ഓടി കാട്ടത്തിൽ ഓടി കയറുന്നുണ്ട്. നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ആ സ്ഥലത്ത് കർത്താവുണ്ടല്ലോ, സക്കായി വേഗം അറിയുക. ഇന്ന് എൻ്റെ വീട്ടിൽ ബന്ധപ്പെട്ട് സക്കായി അറിയുക. അന്ന് കർത്താവിനോട് പറയാം, കർത്താവ് എൻ്റെ സമ്പത്തിന്, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ തെറ്റ് കൊടുക്കുക. ഞാൻ ചതുവായിട്ട് എന്തെങ്കിലും മാറ്റേണ്ടതിന് 4 മടങ്ങിലേക്ക് കൊടുക്കുകയാണ്. 4 മടങ്ങ് നമ്മൾ വല്ല വായിച്ച അതിലെതിരെ കൊടുക്കും, ആ വായിച്ചതിനെതിരെ കൊടുക്കില്ല അല്ലേ? കൊടുക്കില്ല, കിട്ടിയാലേ ഇനി ആ സൗകര്യം കണ്ടോളാം അല്ലേ? പക്ഷേ സക്കായി പറയുന്നു, ഞാൻ ചതുവായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് കൊടുക്കാമെന്ന്. കർത്താവ് പറയുന്ന അപ്രകാരം പറയുന്നു, ഈ വീട്ടിലെ രക്ഷ വന്ന് അവൻ എൻ്റെ കർത്താവിനെ കൂട്ടി ആ ഭവനത്തിലേക്ക് പോകണം. അവൻ ജീവനുള്ളവനായിട്ട് തീർന്ന് മരിച്ചവനായിരുന്നു, അവനും ജീവനുണ്ടായി. ഇന്നത്തെ അവസാനം യോഹന്നാന്റെ മകനായ ശീമോനെ വിളിക്കുകയാണ് പത്രോസ്. ഇവർ 3 പേരെ കർത്താവിനെ തള്ളിക്കൊണ്ടു. പത്രോസ് കർത്താവിനെ തള്ളിക്കൊണ്ടു, യൂദ കർത്താവിനെ ഒറ്റ കൊടുത്ത്, തോമസ് അവിശ്വാസിയായി പ്രവർത്തി. ഞാൻ കണ്ടാലെ വിശ്വസിക്കുന്നു. ഇവർ 3 പേരും ഒരു തരത്തിലൊക്കെയാണ്. പക്ഷേ യൂദ കർത്താവിനെ ഒറ്റ കൊടുത്തിട്ട് ആ പണവും വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതാ ഞാൻ കുറ്റമില്ലാത്തവരെ കാണിച്ചത്, അവരുടെ രക്തത്തിൻ്റെ വിലയായി ആ പണം പിടിച്ചോളും. അപ്പം കർത്താവ് ഈ പുരോഹിതന്മാരെ പറഞ്ഞ് അത് നിന്നെ തന്നെ നോക്കുന്നത്. അവൻ മന്ദിരത്തിൽ കൊണ്ട് ഇറങ്ങിയിട്ട് കെട്ടി തൂങ്ങി കൂട്ടലിൽ വന്ന് വീഴുന്ന കൂട്ടലിൽ ചേർത്ത് അവൻ ചെയ്തതിൻ്റെ ഭാഗത്തിലോ അവൻ കർത്താവിനെ നോക്കി അവൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്, നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അക്രമം കാണിക്കുന്ന മാതാവും പിതാവും അമ്മയും സഹോദരിമാരും ഓർത്തോണം, നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടവരുത്താതെ നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യൂദ അടുത്ത് പറഞ്ഞു, നീ തന്നെ കുഴപ്പക്കാരൻ എന്നെ ഒറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. അവ കേട്ടിട്ടും അത് തന്നെ ചെയ്യും. ഇനി പത്രോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി ഒറ്റ. അവനായിരുന്നു ഇന്ന് നീ കോഴി 2 വട്ടം പോകുമ്പോൾ 3 വട്ടം കളിക്കുന്നു. അങ്ങനെ അവൻ ചെയ്ത് കരഞ്ഞോണ്ട് പോയി. പക്ഷെ അവൻ മടങ്ങിപ്പോയില്ല. പുരോഹിതന്മാരെടുത്ത വേറെ ആരുടെ പോയില്ല. അവൻ മടങ്ങി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിയായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നമ്മൾ വായിച്ച ഭാഗത്തിലും ഉയർത്തെഴുന്നേറ്റ ശേഷം ക്ലൈപ്പാവിനും അവൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനാവും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പലർക്കും സന്തോഷമായി. പിന്നെ തോമസിനും ഇതാ ഞാൻ നീ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ച് കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യമെന്ന് പറഞ്ഞു. അവസാനം വന്ന് ഈ പത്രോസിനെയും വന്ന് കാണാൻ. പത്രോസ് കാര്യങ്ങളെല്ലാം ഇത്രയും വേല ആയപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ പഴയ വേലയ്ക്ക് പോകാം, മീൻ പിടി. അവൻ നല്ല മുഖമില്ലേ, അവൻ മീൻ പിടിക്കാൻ പോയത്. അവൻ മീൻ പിടിക്കാൻ നിന്നപ്പോഴേ മീൻ പിടിച്ച് തുടങ്ങി പോകുന്നു. വെളുത്തും വില പിടിച്ചിട്ട് ഒരു നൊത്തോലും ഒരു കിട്ടിയില്ല. കർത്താവ് ഒന്നും ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കുടുംബം വല്ലതും ഒന്നും വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു. വല വീശിയപ്പോൾ 153 കോഴിയെന്ന് പെരുത്ത മീൻ കിട്ടി. ഇത് കൊണ്ട് കരയ്ക്ക് അടുപ്പിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടുമ്പോഴേ കർത്താവ് അവർക്ക് പ്രാർത്ഥന കൊടുക്കുകയാണ്. പ്രാർത്ഥന കഴിച്ച ശേഷം അവർക്ക് ചോദിക്കുന്ന പത്രോസിന് ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. യോഹന്നാന്റെ മകനായ ശിമോനെ,
ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് പ്രിയമുണ്ട്. രണ്ടാമത് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, നിനക്ക് എനിക്ക് സ്നേഹമുണ്ട്. എന്നോട് നിന്റെ എനിക്ക് സ്നേഹമുണ്ടെന്ന്. നീ എൻ്റെ ആടുകളുടെ മേയ്ക്കുകയാണ്. മൂന്നാമത് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, നീ സകലതും അറിയുന്ന ദൈവമാണ്. കാരണം നമ്മളെ ഹൃദയത്തിൻ്റെ മിനുകളെ എല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മളെ മധ്യ കടന്നുകൊണ്ടിട്ടുണ്ട്, നമ്മളോട്. അതാണ് ഞാൻ പറഞ്ഞത്, പിതാവെടുത്ത് നമ്മളെ വേല നടക്കും, പുത്രനെടുത്ത് നമ്മളെ വേല നടക്കും, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് നമ്മൾ ഒരു വേല നടക്കുക. വിശ്വാസകരെന്ന് പറയുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്വന്തം നമ്മളെ പാവങ്ങളെ ഏറ്റുകളന്ന് ഉപേക്ഷിച്ചാൽ നമുക്ക് കരുണ ലഭിച്ച്, നമുക്ക് നീതി ലഭിച്ച്, നമുക്ക് ജീവൻ ഉണ്ടാകുന്ന കർത്താവ് നമ്മളെ പഠിക്കുകയാണ്. എൻ്റെ ആളുകളെ നീ മേടിക്കും. പക്ഷേ കർത്താവിനെ നേരെ ക്രൂശിച്ചെങ്കിൽ പത്രോസിനെ തല കീഴായിട്ടാണ് നമ്മൾ ക്രൂശിച്ചത്. നോക്കണേ, ആദാമേ നീ എവിടെ? അവൻ പോയി. കയ്യേനെ നിന്നെ ഹാബേൽ എവിടെ? അവനും പോയി. വേഗസി നീ എവിടെ? അവനും പോയി. ഉത്തരവാദിത്വം ആണവം വിളിക്കുകയാണ്, നീ എവിടെയാണ്? ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറുന്നതാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ 3 പേരും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ലാസറിനെ വിളിക്കുകയാണ്, ലാസറെ പുറത്തു പോവാ. മാറ്റം പറ്റുന്നു. അവൻ ജീവനുള്ളവനായി തിരിച്ചു വന്നു. സഖായിയോട് വേഗം അറിയുക, ഇനി ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണമെന്ന്. അവന് ജീവനുള്ളവനായി ബന്ധപ്പെട്ടിറങ്ങുമെന്ന് കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അവനെ രക്ഷപ്പെട്ടു. യോഹന്നാന്റെ മകനായ ശിമോനും കർത്താവായ യേശുവിൻ്റെ പാദത്തിലേക്ക് അവനും ചേർക്കപ്പെട്ടു. ഈ പ്രഭാതത്തിൽ നമ്മളത്ര പേര് ആ യേശുവിൻ്റെ വകയായിട്ട് ഇത് മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ യേശുവിൻ്റെ വകയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവിന് മനസ്സ് മാറി കർത്താവിലേക്ക് തിരിഞ്ഞ് ആത്മാവ് തിരിച്ച് എത്ര പേരുണ്ട്? ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം ആത്മാവിനെ തിരിക്കണം.